നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയ ഗെറ്റാഫെ ലാലിഗയിൽ അവരുടെ കിരീട മോഹങ്ങൾക്ക്, കിരീട സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എംബാപ്പെ ഇല്ലെങ്കിൽ റയലിന് ഗോളിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എംബാപ്പെ ഇല്ലാത്ത റയലിന് മൂർച്ചയില്ല, ഗോളടിക്കാൻ അവർ പാടുപെടും എന്ന് പറയുന്നത് ഗെറ്റാഫയുടെ പ്രസിഡൻ്റാണ്. എതിർ ടീമിൻ്റെ പ്രസിഡന്റ് പോലും എടുത്തിട്ട് അലക്കുന്ന രൂപത്തിലേക്ക് റയൽ മാറിയല്ലോ എന്നുള്ളതാണ് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യം. റയൽ മാഡ്രിഡ് വിത്തൗട്ട് കിലിയൻ എംബാപ്പെ ആർ വെരി വീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾ. ഗോളിന് മുന്നിൽ, അതായത് എതിരാളിയുടെ ഗോൾ വലയത്തിന് മുന്നിൽ ഫൈനൽ തേർഡിൽ എംബാപ്പെ ഇല്ലാത്ത റയൽ മാഡ്രിഡ് വളരെ വീക്കാണ് എന്നാണ് ഗെറ്റാഫയുടെ പ്രസിഡന്റ് ഏഞ്ചൽ ടോറസ് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത്. ഈ സീസണിൽ റയലിൻ്റെ കുതിപ്പിന് പുറകിൽ, അല്ലെങ്കിൽ അവർ വിജയിച്ചു വന്നപ്പോഴൊക്കെ ഗോൾ വർഷം നടത്തിയിട്ട് മിന്നിക്കത്തി നിന്നിട്ടുണ്ട് കിലിയൻ എംബാപ്പെ പോകുമ്പോൾ, എംബാപ്പെ ഇല്ലാതെ അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ പകരം ആ ഒരു മുന്നേറ്റ നിരയിൽ, ആ ഒരു സ്ട്രൈക്കർ സ്ഥാനത്ത് അതുപോലെ കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളില്ല എന്നുള്ളത് ഇപ്പോൾ റയൽ മാഡ്രിഡിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സ്ട്രൈക്കറായിട്ട് ആര് എന്ന ചോദ്യമുണ്ട്. എൻട്രിക്കിനെ സാബി അലോൺസോ ബെഞ്ചിലിരുത്തി മടുപ്പിച്ച് അവിടെ നിന്ന് അവൻ ലോണിൽ പോവേണ്ട അവസ്ഥയുണ്ടാക്കിയതിൻ്റെ തിരിച്ചടിയപ്പോൾ കാണുന്നത്. ഗോൺസാലോ ഗാർഷ്യക്ക് എന്തായാലും എംബാപ്പയുടെ 10-1 20 മികവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ചെറിയ പയ്യനാണ്, 21 വയസ്സേ ഉള്ളൂ. അവൻ അങ്ങനെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. വളരുമായിരിക്കും എന്നൊക്കെ കരുതാനേ പറ്റുകയുള്ളൂ. പക്ഷേ എൻട്രിക്ക് അങ്ങനെ ആയിരുന്നില്ല. ആ എൻട്രിക്കിനെ പറഞ്ഞു വിട്ടതിൻ്റെ ദുഷ്ഫലങ്ങൾ കൂടി ഇപ്പോൾ റയൽ അനുഭവിക്കുന്നത്. അടുത്ത വർഷം എന്തായാലും എൻട്രിക്ക് മടങ്ങി വരും, അവൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം എംബാപ്പയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡ് തന്നെ ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. താരത്തിന് കാൽമുട്ടിൽ സ്പ്രെയിനുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് എന്നാണ് പറയുന്നത്. എന്ന് മടങ്ങി വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം മാഡ്രിഡിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ അസംതൃപ്തനായിട്ട് ഫ്രാൻസിലേക്ക് പോയി എന്ന വാർത്ത ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ദി അത്ലറ്റിക് അത് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഫോർവേഡ് കിലിയൻ എംബാപ്പെ ഇപ്പോൾ പാരീസിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്, അഡീഷണൽ ടെസ്റ്റുകൾ നടത്തണം, എന്നിട്ട് ലെഫ്റ്റ് നീയിലെ ഇഞ്ചുറിക്ക് ട്രീറ്റ്മെൻറ്റുകൾ നടത്തണം. അതായത് ഇപ്പോൾ അദ്ദേഹം സർജറിക്ക് വിധേയനാവേണ്ട എന്നുള്ള തീരുമാനത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് അത്ലറ്റിക്കിനോട് പറഞ്ഞതായിട്ടാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 27-കാരനായിട്ടുള്ള താരത്തിന് കാൽമുട്ടിൽ ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു സർജറിയിലേക്ക് പോവേണ്ടി വന്നാൽ, സർജറി ചെയ്താൽ വേൾഡ് കപ്പിന് മുമ്പ് റിക്കവർ ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് സർജറി വേണ്ട എന്ന തീരുമാനത്തിലാണ് എംബാപ്പെ ഉള്ളത് എന്നുകൂടി ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ എംബാപ്പയുടെ മടങ്ങി വരവിൻ്റെ കാര്യത്തിൽ ആകാനിശ്ചിതത്വമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.